പുലികളുടെ വിശേഷം നമ്മൾ പറഞ്ഞു. നമ്മൾ നേരെ പോകുന്നത് ആറന്മുളയിലേക്കാണ്. അത് തീർച്ചയായിട്ടും ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് 52 കരകളിലെ പള്ളിയോടങ്ങൾ ജലമേളയിൽ പങ്കെടുക്കും. വിശദമായ വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ഏതായാലും ഈ വള്ളംകളി നടക്കുമ്പോൾ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയായിരിക്കും നടക്കുക. എപ്പോഴായിരിക്കും ജലമേള ആരംഭിക്കുക? എന്തെല്ലാമാണ് മറ്റ് വിശദാംശങ്ങൾ? തയ്യാറെടുപ്പുകൾ എത്രത്തോളമായി? ഗുഡ് മോർണിംഗ്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഇന്ന് ആറന്മുളയിൽ നടക്കുകയാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, പള്ളിയോടങ്ങളൊക്കെ ഈ പമ്പാ നദിയിൽ എത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ആറന്മുള വള്ളംകളി എന്നുള്ളത്. ഇക്കുറി ഒരു പ്രത്യേകതയുള്ളത്, എല്ലാ കരകളിലെയും പള്ളിയോടങ്ങൾ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളും ഇക്കുറി പങ്കെടുക്കും. ഇങ്ങനെ എല്ലാ കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ഒരുമിച്ച് ഈ ഉത്രട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് കൂടി ഇന്ന് ആറന്മുളക്കാർ സാക്ഷിയാകുകയാണ്. ഈ ആറന്മുളക്കാരെ സംബന്ധിച്ച് ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്നുള്ളത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇന്ന് ഈ ദിവസം ആറന്മുളയിലേക്ക് എത്തിച്ചേരും. അതാണ് ഈ ആറന്മുള വള്ളംകളിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാ കരകളിലെയും പള്ളിയോടങ്ങൾ ജലമേളയിൽ പങ്കെടുക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സത്രക്കടവിൽ നിന്ന് മുകളിലേക്ക് പരപ്പുഴ കടവ് വരെയായിരിക്കും ജലഘോഷയാത്ര നടക്കുക. പരപ്പുഴ കടവ് മുതൽ സത്രക്കടവ് വരെ മത്സര വള്ളംകളിയും നടക്കും. ഇക്കുറി ബി ബാച്ചിലെ അവസാന 3 ബാച്ചിലെ വള്ളങ്ങൾ ക്ഷേത്രക്കടവിൽ നിന്ന് ചവിട്ടിത്തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള പരപ്പുഴ കടവിൽ എത്തും. ആദ്യം എ ബാച്ചിലെ വള്ളങ്ങളുടെ മത്സര വള്ളംകളിയായിരിക്കും. അതിനുശേഷമായിരിക്കും ബി ബാച്ചിലെ വള്ളങ്ങളുടെ മത്സര വള്ളംകളി നടക്കുക. ഇക്കുറി മറ്റൊരു പ്രത്യേകതയുള്ളത്, ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മാതൃകയിൽ ടൈമിംഗ് അടിസ്ഥാനത്തിൽ വള്ളങ്ങൾ ഒരേപോലെയാക്കി സെൽഫ് സ്റ്റാർട്ട് ആയിട്ടാണ് നടത്തുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇക്കുറി അത് ഒഴിവാക്കുന്നതിനായിട്ടാണ് ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഫിനിഷിംഗ് പോയിന്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫോട്ടോ ഫിനിഷിൽ ഓരോ വള്ളവും ഫിനിഷ് ചെയ്ത സമയവും രേഖപ്പെടുത്തും. ഇത് ഡിസ്പ്ലേ ബോർഡിലും കാണാൻ കഴിയും. ഇങ്ങനെ പള്ളിയോട് സേവാ സംഘം നിർദ്ദേശിക്കുന്ന നിബന്ധനയിൽ തുഴഞ്ഞ് ആദ്യമെത്തുന്ന എ ബാച്ചിലെ 4 പള്ളിയോടങ്ങളായിരിക്കും ഫൈനൽ കളിക്കുക. തുടർന്ന് കുറഞ്ഞ സമയം കൊണ്ട് രണ്ടാമത് വന്ന വള്ളങ്ങൾ ലൂസേഴ്സ് ഫൈനലിലും കളിക്കും. 52 കരകളിൽ നിന്നുള്ള തുഴച്ചിൽക്കാർ മാത്രമേ പള്ളിയോടത്തിൽ ഈ തുഴച്ചിലിനായി കയറാവൂ എന്ന് പള്ളിയോട സേവാ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണയൊക്കെ ഈ പുറത്തു നിന്നും തുഴച്ചിൽക്കാരെ കൊണ്ടുവരുന്നത് പള്ളിയോടങ്ങൾ തമ്മിലുള്ള ചില തർക്കങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ കാര്യക്ഷമതയോട് കൂടിയിട്ടാണ് ഇക്കുറി ഈ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നടത്തുന്നത്. ഇപ്പോൾ എനിക്ക് തൊട്ടുപുറകിൽ കാണാം, പവലീൻ കാണാം. കൂറ്റൻ പവലീനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയായിരിക്കും ഉദ്ഘാടന ചടങ്ങ് നടക്കുക. രാവിലെ 9:30 ജില്ലാ കളക്ടർ പതാക ഉയർത്തും. അതോടുകൂടി തന്നെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾക്ക് തുടക്കമാകും. പിന്നീട് പൊതുസമ്മേളനം ഉണ്ടായിരിക്കും. പൊതുസമ്മേളനം മന്ത്രി KN ബാലഗോപാലായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. പിന്നീട് ജലഘോഷയാത്ര നടക്കും. ജലഘോഷയാത്രയുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനായിരിക്കും നടത്തുക. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഈ ചടങ്ങിലേക്ക് ഇന്ന് പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. KN ബാലഗോപാൽ, വീണ ജോർജ്, സജി ചെറിയാൻ, റോഷി അഗസ്റ്റിൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, BN വാസവൻ, അങ്ങനെ മന്ത്രിമാരെല്ലാം തന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഈ കൂറ്റൻ പവലിയനിലാണ്. ഇവിടെ അവസാനവട്ട ഒരുക്കങ്ങൾ കൂടി നടക്കുകയാണ്. ഈ വേദിയിലായിരിക്കും ഇന്ന് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. ഇപ്പോൾ ഈ സത്രക്കടവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സത്രക്കടവിലാണ് ഇതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് എന്നുള്ളത്. നമുക്ക് ഇത് ഫിനിഷിംഗ് പോയിന്റ് കൂടി കാണാം. അവിടെയും എല്ലാ തയ്യാറെടുപ്പുകളും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ നിന്നും മുകളിലേക്കാണ്, അതായത് ആറന്മുള കടവിൽ നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് മാറിയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇപ്പോൾ ഈ കാണുന്ന സത്രക്കടവ് വരെയായിരിക്കും ഈ മത്സര വള്ളംകളി നടക്കുക. ആറന്മുള വള്ളംകളിയെ സംബന്ധിച്ച് അതിൻ്റെ ആചാരപ്പെരുമയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഘടകം. കാരണം ഈ മത്സരം എന്നതിലുപരി അതിൻ്റെ ആചാരങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മത്സര വള്ളംകളിക്ക് കൂടി ഒരു പ്രാധാന്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കരകളിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ പരിശീലനങ്ങളൊക്കെ നടന്നിരുന്നു. കാരണം ഈ മന്നൻ ട്രോഫി കരസ്ഥമാക്കുക എന്നുള്ളത് ഏതൊരു പള്ളിയോടത്തിൻ്റെയും വലിയ ആഗ്രഹമാണ്, കരക്കാരുടെയൊക്കെ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ വള്ളങ്ങളൊക്കെ
ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ പരിശീലനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്നാണ്. ആവേശത്തോടെ അത് കാണാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് അല്ലേ? അതെ. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്കൊരു